പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം 42. പിന്നെ ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. പക്ഷേ എന്തോ ആഘാതമായി ഇടിച്ചതോ അല്ലെങ്കിൽ വീണതോ കൊണ്ട് അബോർഷനായി പോയിട്ടുണ്ട്. അത് ആ കുട്ടിയുടെ അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കുട്ടിയോട് പറയാനുള്ള അത്രയും ധൈര്യം എനിക്കുണ്ടായില്ല. ഡോക്ടർ അല്പം വിഷമത്തോടെ പറഞ്ഞു. വക്കീലിന് അതുകൂടി കേട്ടതും ഭയങ്കരമായി വല്ലായ്മ തോന്നി. തിരികെ ഡോക്ടറുടെ ക്യാബിനിൽ നിന്നിറങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം സൂര്യനോടും കണ്ണനോടും തുറന്നു പറഞ്ഞപ്പോഴും അവരുടെ ശബ്ദത്തിലുള്ള വേദന അവർക്ക് മനസ്സിലായിരുന്നു. കണ്ണൻ്റെ കണ്ണുകൾ കലങ്ങിപ്പോയി. കരയാൻ തോന്നിപ്പോയി അവന്. എത്രയൊക്കെ വേദന വന്നാലും കല്ലുപോലെ പിടിച്ചു നിൽക്കുന്നവനാണ്. എങ്കിലും അവൾ അനുഭവിച്ച ഈ ദുഃഖങ്ങളും വേദനകളും ഒക്കെ കേട്ടിട്ട് അവന് സഹിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. പക്ഷേ ആ നിമിഷത്തെ ദുഃഖത്തിനും വേദനയെക്കാളും ഉപരി അവൻ്റെ ഉള്ളിൽ ആ സമയത്തിൽ നിറഞ്ഞത് ശ്രീദേവിനോടും അവൻ്റെ അമ്മയോടുമുള്ള ദേഷ്യമായിരുന്നു. അവരെ കൊല്ലാനുള്ള പകയാണ് അവൻ്റെ ഉള്ളിൽ ആ സമയം കൂടുതലായി മുന്നിട്ട് നിന്നത്. കലങ്ങിയ കണ്ണുകൾക്കുള്ളിൽ ചുവന്ന ഞരമ്പുകൾ പിടച്ചു കയറി. നെറ്റിയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. അവൻ്റെ മുഖമാകെ ദേഷ്യം കൊണ്ട് ചോര തൊട്ടെടുക്കാൻ പാകത്തിന് ചുവന്നു വന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സൂര്യൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ശ്രീയെ ഓർത്ത് അവന് വല്ലാത്ത വേദന തോന്നി. മാത്രമല്ല ഇതെല്ലാം ചെയ്തു കൂട്ടിയിട്ടും ഇപ്പോഴും സുഖവും സന്തോഷത്തോടെയും കഴിയുന്ന ശ്രീദേവിനെ ഓർത്തതും സൂര്യന് അവനെ നിയമം മറന്ന് കൊന്നുകളയാനാണ് തോന്നിയത്. വക്കീൽ എന്നിട്ട് എന്തു ചെയ്തു? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1-2 ദിവസത്തിന് ശേഷമാണ് ആ കുട്ടി ആരോടെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചു തുടങ്ങിയത്. 2 ദിവസത്തിന് ശേഷം ഞാൻ ആ കുട്ടിയെ വീണ്ടും കണ്ടപ്പോൾ ഡിവോഴ്സിന് സമ്മതമാണോ എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത്. അതിന് ആ കുട്ടി തലയാട്ടുക മാത്രമാണ് ചെയ്തത്. ഒരു മ്യൂച്വൽ ഡിവോഴ്സ് അപ്രോച്ചിന് വേണ്ടിയിട്ട് ഞാൻ ശ്രീദേവിനെയും സമീപിച്ചിരുന്നു. പക്ഷേ അവന് ഡിവോഴ്സ് തരാൻ താല്പര്യമില്ല എന്നായിരുന്നു പറഞ്ഞത്. ഞാനും അതുതന്നെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. കാരണം മ്യൂച്വൽ ഡിവോഴ്സ് അല്ലെങ്കിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാം. അങ്ങനെയുള്ളപ്പോൾ അവനെതിരെ കയ്യിലുള്ള ഓരോ തെളിവുകളും വളരെ വാല്യൂ ഉള്ള കാര്യങ്ങളാണ്. അവനെതിരെ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തു. ആ കേസിൽ ശ്രീപാർവതിയുടെ അമ്മയുടെ സമ്മതത്തോടെയാണ് ഞാൻ മാരിറ്റൽ റേപ്പ്, ഫിസിക്കൽ അസോൾട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി. അങ്ങനെയാണ് കേസ് തയ്യാറാക്കിയത്. വക്കീൽ പറയുന്ന കാര്യങ്ങളെല്ലാം രണ്ടുപേരും വ്യക്തമായി കേട്ടിരിക്കുകയായിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ വക്കീൽ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടും എന്തുകൊണ്ടായിരിക്കും അവൻ ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നത് എന്നൊരു സംശയം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ബട്ട് ഐ ഫെയിൽ ടു ഗെറ്റ് ഹിം ഇൻ ടു ദ ജയിൽ. വക്കീലിൻ്റെ ശബ്ദത്തിൽ നിരാശയോ ദുഃഖമോ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ പറഞ്ഞതും കണ്ണനും സൂര്യനും അവരെ എന്തുകൊണ്ടങ്ങനെ പറ്റിയില്ല എന്ന രീതിയിൽ നോക്കി. അവനെ എനിക്ക് ജയിലിൽ കയറ്റാനായില്ല. ഞാൻ വിചാരിച്ചതുപോലെയുള്ളൊരു ഫാമിലി ആയിരുന്നില്ല അവരുടേത്. ദേ ആർ കണ്ണിങ്, സ്പെഷ്യലി ഹിസ് മദർ. അവരൊരു സ്ത്രീയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അത്രയ്ക്കും നികൃഷ്ടമായൊരു സ്വഭാവമാണ് അവർക്ക്. ശ്രീദേവിൻ്റെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ വക്കീലിൻ്റെ വാക്കുകളിൽ വെറുപ്പ് നിറഞ്ഞത് വരുന്നുണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും അവരൊരു സ്ത്രീയല്ലേ. സ്വന്തം മകളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെയാണ് അവരുടെ മകൻ. വക്കീലിന് അവരെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ ദേഷ്യം നിറഞ്ഞു പൊന്തി. ശ്രീപാർവതിയുടെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ അവരോടൊന്ന് ചോദിച്ചു പോയി. അപ്പോഴാണ് ആ സ്ത്രീ പറഞ്ഞ മറുപടി കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന്. അവരുടെ കരണം നോക്കിയൊന്ന് കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ആശുപത്രിയിലായിപ്പോയി എന്നതുകൊണ്ട് മാത്രം എനിക്കതിന് പറ്റിയില്ല. കേസിൽ നല്ല രീതിയിൽ ഡീറ്റെയിൽസ് ആയിട്ട് അന്വേഷിച്ചതിന് ശേഷം ആവശ്യമായ തെളിവുകളൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ പ്രസൻറ്റ് ചെയ്തത്. ബട്ട് ഐ ഫെയിൽഡ്. ഡിവോഴ്സ് കിട്ടി, പക്ഷേ അവനെ പൂട്ടാൻ എനിക്ക് കഴിഞ്ഞില്ല. കേസ് കോർട്ട് വരെ എത്തിയതാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവന് ശക്തമായ ലീഗൽ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയും എതിർത്ത് ഞാൻ നിന്നതാണ്. ഒരൊറ്റ പോയിന്റിലാണ് അവനെ കോടതി വെറുതെ വിട്ടത്. അവനൊരു ആൽക്കഹോളിക് പേഴ്സൺ ആണെന്നും മാത്രമല്ല അവന് മെൻ്റലി ഉള്ള പ്രശ്നങ്ങളുണ്ടെന്നും അവൻ കോടതിയിൽ തെളിയിച്ചു. അതിനെ എതിർത്ത് നിൽക്കാൻ എന്നെക്കൊണ്ടായില്ല. കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് ഡോക്ടറായിരുന്നു അവനെ ചികിത്സിച്ച് അവൻ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിനെ എതിർത്ത് എനിക്കൊന്നും അവിടെ സംസാരിക്കാനുണ്ടായില്ല. അതുകൊണ്ട് ആ ഒരു കേസ് അവിടെ ക്ലോസ് ആയി പോയി. പക്ഷേ ഡിവോഴ്സ് കിട്ടി. എന്നിരുന്നാലും ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഡോക്ടറുടെ ശബ്ദത്തിൽ നിരാശ കലർന്നു. അല്ല, സോറി, ഞാനത് ചോദിക്കാതെയാണ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നത്. എന്തിനാണിപ്പോൾ നിങ്ങൾക്ക് ഇയാളുടെ ഡീറ്റെയിൽസൊക്കെ? ഹീ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ശ്രീപാർവതി. കണ്ണിന് നേരെ ചൂണ്ടി സൂര്യൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. വക്കീലിൻ്റെ കണ്ണുകൾ ഒന്ന് ഞെട്ടലോടെ വിടരുന്നത് സൂര്യൻ വ്യക്തമായി കണ്ടു. ആളെ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ വക്കീൽ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞത്. അത് കണ്ണൻ്റെ മനസ്സിൽ എങ്ങനെ കൊണ്ടിട്ടുണ്ടാവും എന്ന ചിന്തയായിരുന്നു അവരുടെ ഉള്ളിൽ. ഐ ആം സോ സോറി, എനിക്കറിയില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ മാഡം. ഒരുപക്ഷെ ഞാൻ ശ്രീപാർവതിയുടെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വക്കീൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങളൊന്നും ഞങ്ങളോട് ഷെയർ ചെയ്യില്ലായിരുന്നു.
സോ എനിവേ താങ്ക് യു. കണ്ണൻ വരുത്തി തീർത്തൊരു പുഞ്ചിരിയോടെ ആണെങ്കിലും അങ്ങനെ തന്നെ വക്കീലിനോട് പറഞ്ഞു. അവരുടെ നന്ദി പറഞ്ഞ് സൂര്യനും കണ്ണനും അവിടെ നിന്ന് ഇറങ്ങാനൊരുങ്ങി. പക്ഷേ വാതിൽ തുറന്നിറങ്ങും മുന്നേ കണ്ണൻ ഒന്നുകൂടി വക്കീലിൻ്റെ അടുത്തേക്ക് വന്നു. ആ സമയത്ത് പാർവതി പ്രഗ്നൻ്റ് ആയിരുന്നുവെന്ന് അവൾക്കറിയുമോ? അതിന് വക്കീൽ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. താങ്ക് യു ഡോക്ടർ. നിങ്ങളിനി എന്താണ് ചെയ്യാൻ പോകുന്നത്? വക്കീൽ അല്പം പരിഭ്രമത്തോടെ ചോദിച്ചു. അതിന് സൂര്യനും കണ്ണനും ഒന്ന് നേർമയായി ചിരിക്കുക മാത്രമാണ് ചെയ്തത്. എന്ത് കാര്യമായാലും അവനെതിരെ കൊടുക്കാനുള്ളതാണെങ്കിൽ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തിരിക്കും. അവർ എന്തെങ്കിലും മറുപടി പറയും മുന്നേ വക്കീൽ അവരോടായി പറഞ്ഞു. താങ്ക് യു, വരട്ടെ. നേർത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് കണ്ണനും സൂര്യനും ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. ഇനി എന്താണ് നിന്റെ പ്ലാൻ? ആക്സിലേറ്ററിൽ അമർന്നുകൊണ്ടിരിക്കുന്ന അവൻ്റെ കാലുകളുടെ വേഗതയിൽ നിന്ന് തന്നെ അവൻ്റെ ഉള്ളിൽ എത്രമാത്രം ദേഷ്യം നിറഞ്ഞു പൊങ്ങുന്നുണ്ട് എന്ന് സൂര്യന് മനസ്സിലാക്കാനാവുന്നുണ്ടായിരുന്നു. അതറിഞ്ഞുകൊണ്ട് തന്നെ സൂര്യൻ അവനോട് ചോദിച്ചു. അവനെ ഞാൻ കൊല്ലും. ഒറ്റ വരിയിൽ അവൻ അവൻ്റെ ഉത്തരം തീർത്തിരുന്നു. വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിക്കരുത് രുദ്ര. നമുക്ക് നിയമപരമായി. നിയമം? കണ്ണൻ ആ വാക്ക് പറഞ്ഞ് ഒന്ന് പുച്ഛിച്ചു. സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി അവിടെ വഴിയരികിലായി നിർത്തി. വക്കീല് പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ സൂര്യ? ഇവിടെ എപ്പോഴും നിയമത്തേക്കാൾ മുകളിൽ നിൽക്കുന്നത് പവർ തന്നെയാണ്. ഇനി ഞാനും ഒന്ന് ആ പവർ വെച്ച് കളിച്ചു നോക്കട്ടെ. അവൻ വണ്ടി മുന്നോട്ടെടുത്തു. ഒരു നിമിഷം കണ്ണൻ എന്താണ് തീരുമാനിച്ചത് എന്ന് വെച്ചാൽ അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് സൂര്യനും കരുതി. വീട്ടിലേക്കെത്തിയപ്പോൾ കണ്ണൻ നേരെ മുറിയിലേക്ക് കയറിപ്പോയി. അവൻ ഒറ്റയ്ക്കിരിക്കാൻ തോന്നുന്നുവെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി സൂര്യൻ അവനെ ശല്യം ചെയ്യാൻ പോയില്ല. കണ്ണൻ മുറിയിലേക്ക് കയറി കട്ടിലിൽ 2 കൈയും തലയ്ക്കു കൊടുത്തിരുന്നു പോയി. അവൻ്റെ ഓർമ്മയിലേക്ക് ശ്രീയുടെ മുഖം കടന്നു വന്നു. അവൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് അവളുടെ പുഞ്ചിരിയോടെ നിൽക്കുന്ന മുഖമാണ്. താൻ നോക്കുമ്പോൾ ചുവന്നു തുടുത്തു വരുന്ന അവളുടെ സുന്ദരമായ മുഖം. പക്ഷേ ഇന്ന് കേട്ട കാര്യങ്ങളെല്ലാം ഓർമ്മയിലേക്ക് വന്നപ്പോൾ അവൻ്റെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നത് കല്യാണം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന അവളുടെ പരിഭ്രമം നിറഞ്ഞ മുഖമായിരുന്നു. എല്ലാവരെയും പേടിച്ചരണ്ട മുഖത്തോടെ നോക്കുന്ന ഒരു ചെറിയ കുഞ്ഞിക്കിളിയുടെ മുഖഭാവം. കുഞ്ഞല്ലായിരുന്നു അവൾ. അവൻ്റെ മനസ്സ് ഒന്ന് തേങ്ങിപ്പോയി. അവൻ്റെ ഓർമ്മയിലേക്ക് ഒരു ദിവസം അവളുടെ വൈറലായി തെളിഞ്ഞു കണ്ട നഖം കൊണ്ട് ചീന്തിയെടുത്തത് പോലുള്ള പാടോർമ്മ വന്നു. എത്ര വേണ്ടെന്ന് കരുതിയിട്ടും അവൻ്റെ കണ്ണുകളിൽ നിന്ന് അറിയാതെ ഒരു തുള്ളി കണ്ണുനീരൊഴുകിയിറങ്ങി. അങ്ങനെ തന്നെ അവൻ ആ മുഖം ഒന്നാകെ അമർത്തി തുടച്ചു. അവൻ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. ഹാളിൽ തന്നെ സൂര്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. സോറി, ഞാനൊന്ന് ഓക്കെ ആവുന്നത് വരെ കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കാമെന്ന് കരുതി. ഇറ്റ്സ് ഓക്കേടാ, സാരമില്ല. സൂര്യൻ അവനെ പുഞ്ചിരിയോടെ ചേർത്ത് പിടിച്ചു. സൂര്യ, ഞാൻ നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോവുകയാണ്. മുഖവരയോടെയുള്ള കണ്ണൻ്റെ സംസാരത്തിന് സൂര്യനും ഗൗരവത്തോടെ എന്താണെന്ന രീതിയിൽ അവനെ നോക്കി. ഈയൊരു കാര്യം ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിലേ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. ഞാൻ നിയമപരമായി നോക്കാമെന്നാണ് കരുതിയത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ സഹായം ചോദിച്ചതും. പക്ഷേ ഇപ്പോൾ തോന്നുന്നു നിയമപരമായി നേരിടേണ്ട ഒരു കാര്യമല്ല ഇത്. സോ നിനക്ക് തിരിച്ചു പോകാം. എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ളതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. കണ്ണൻ്റെ ശബ്ദത്തിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലുള്ള ഭാവമായിരുന്നു. രുദ്ര, നീ ഉദ്ദേശിക്കുന്നത് പോലെ ആകണമെന്നില്ല എല്ലാ കാര്യങ്ങളും. പിന്നെ നിനക്ക് നിയമപരമായുള്ള സഹായത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് എന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ സഹോദരിയെ പോലെയല്ലേ? അങ്ങനെയുള്ളപ്പോൾ നിന്നെ തനിച്ചാക്കി ഞാൻ പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സൂര്യനും ഗൗരവം ഒട്ടും കുറക്കാതെയാണ് തിരിച്ചു ചോദിച്ചത്. അത് ശരിയാകുമെന്ന് തോന്നുന്നില്ല സൂര്യ. നീ ചെയ്യുന്ന ജോലിയോട് നിനക്ക് കുറച്ച് എത്തിക്സ് ഉണ്ട്. അതിനെതിരെ. ശരിയാണ്, ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഞാൻ എത്തിക്സ് കാണിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും നിയമം എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. നിയമം എല്ലാവർക്കും പലതുപോലെയാണ്. അങ്ങനെയുള്ളിടത്തോളം ഒരാളെ മാത്രം എല്ലാത്തിനും പെർഫെക്റ്റായി നിന്നിട്ട് കാര്യമില്ല രുദ്ര. എന്ത് കാര്യമായാലും അതിന് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നിന്നെ ഞാൻ തനിച്ചാക്കില്ല. ഇതെൻ്റെ വാക്കാണ്. അവൻ്റെ ഉറപ്പിച്ചുള്ള വാക്കുകൾ കേട്ടതും കണ്ണൻ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. സൂര്യനും അവനെ ചേർത്ത് പിടിച്ചു. എന്തൊക്കെ നേരിടേണ്ടി വന്നാലും സൂര്യനെ ഒന്നിലും വിട്ടുകൊടുക്കില്ല എന്ന് കണ്ണനും ആ സമയം മനസ്സിൽ തീരുമാനമെടുത്തിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കണ്ണൻ്റെ മനസ്സൊന്ന് ശാന്തമായി. അവന് ശ്രീയോടൊന്ന് സംസാരിക്കാൻ തോന്നി. ഫോൺ എടുത്ത് നേരെ അവളെ വിളിച്ചു. ക്ലാസ്സിലാണോ എന്ന് സംശയമുണ്ടായിരുന്നു. എങ്കിലും അവൾ ഫോൺ എടുത്തു. ഹലോ. അവളുടെ പതുങ്ങിയ ശബ്ദം. ഇതെന്താ താൻ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ക്ലാസ്സിലാണ് കണ്ണേട്ടാ. ഇപ്പോൾ ഞങ്ങൾക്ക് ഫ്രീ പീരീഡ് ആണ്. പെട്ടെന്ന് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കേട്ടപ്പോൾ നോക്കിയതാണ്. ക്ലാസ്സിൽ ഫോൺ ഉപയോഗിക്കുന്നത് ടീച്ചർമാരാരെങ്കിലും കണ്ടാൽ ഫൈൻ വരും. വലിയ കാര്യം പറയും പോലെ പതുങ്ങിയുള്ള ശബ്ദത്തിലാണ് അവൾ പറയുന്നത്. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവന് മനസ്സിലേക്ക് എന്തോ മഞ്ഞുകട്ട വന്ന് വീഴുന്നത് പോലെ തോന്നി. മനസ്സിൽ സമാധാനം നിറയുന്നത് പോലെ. അവളുടെ സംസാരം കേട്ടപ്പോൾ തന്നെ അവൻ്റെ മനസ്സിൽ പകുതി ആശ്വാസം നിറഞ്ഞു.
എങ്കിലധികം സംസാരിക്കണ്ട, ബച്ചോ. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും വിളിച്ചോളാം. കണ്ണേട്ടൻ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അവളുടെ ശബ്ദത്തിൽ നിമിഷ നേരം കൊണ്ട് ആകുലത നിറഞ്ഞു. ഞാൻ ഓക്കെയാണ്. ലവ് യു. ബൈ. അത്രമാത്രം പറഞ്ഞ് കണ്ണൻ ആ ഫോൺ കോൾ അവസാനിപ്പിച്ചിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ തൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് അവൾക്ക് മനസ്സിലാകും. തൻ്റെ മുഖത്തൊരു ചെറിയ വ്യത്യാസം വന്നാൽ പോലും അവൾക്ക് മനസ്സിലാക്കാനാവുന്നുണ്ടിപ്പോൾ. ശബ്ദത്തിലും അതെ. അവളുടെ ഓർമ്മകളിൽ തന്നെ അവൻ്റെ മനസ്സൊന്ന് കുളിർന്നു. മനസ്സിലേക്ക് ശ്രീപാർവതി എന്ന പെണ്ണ് മാത്രം നിറഞ്ഞു വരുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. സമാധാനമായോ? കണ്ണൻ്റെ നേരിയ പുഞ്ചിരി വിരിഞ്ഞ മുഖം കണ്ടതും സൂര്യൻ ചോദിച്ചു. അതിനും കണ്ണൻ നേർത്തൊരു പുഞ്ചിരിയാണ് അവന് തിരികെ കൊടുത്തത്. ഇനി അടുത്തത് എന്തു ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നത്? സൂര്യൻ ചോദിച്ചു. എനിക്ക് കൂടുതൽ പ്ലാനുകളൊന്നുമില്ല സൂര്യ. എൻ്റെ അടുത്ത ചുവട് എന്തായാലും അവനെതിരെ തന്നെയാണ്. അതിനിയും വെച്ച് താമസിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞൊടിയിടയിൽ കണ്ണൻ്റെ മുഖം ഗൗരവത്തിലായി. പക്ഷേ ഇതിൻ്റെ പിന്നിലും എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇനിയും അറിയാനുണ്ടെന്ന് തോന്നുന്നു രുദ്ര. ഈ വ്യാജമായ മെൻ്റലി അബ്നോർമൽ ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുവാൻ കുറച്ച് പാടാണ്. അതൊക്കെ എങ്ങനെ ഇത്ര ക്ലിയറായിട്ട് അവൻ ഒപ്പിച്ചെടുത്തു എന്നെല്ലാം നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ശ്രീദേവിൻ്റെയും അമ്മയുടെയും കാര്യം ഒഴിച്ചാലും ഇങ്ങനെയൊരു തെറ്റ് ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. സൂര്യൻ പറയുന്നതിലും ശരിയുണ്ട് എന്ന് തോന്നി കണ്ണന്. ഇങ്ങനെയുള്ളവരെയൊക്കെ ഇന്ന് ഈ ഒരു തെറ്റ് ചെയ്താൽ നാളെയും ഇത് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഇതുപോലെ വീണ്ടും നിരപരാധികൾ നീതി കിട്ടാതെ അലയും. സുമതി, അവരാണ് അടുത്ത ടാർഗറ്റ്. അവർക്ക് മാത്രമാണ് ഇനിയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നത്. തൻ്റെ അടുത്ത ലക്ഷ്യം അവരാണെന്നുള്ളത് കണ്ണൻ കണക്കുകൂട്ടി കഴിഞ്ഞിരുന്നു. കസേരയിൽ രണ്ട് കൈകളും പിന്നിലേക്ക് വലിച്ചു മുറുക്കി കെട്ടിയിരിക്കുന്ന രൂപത്തിൽ ഒരു സ്ത്രീ. ബോധമില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ തല താഴ്ന്നു കിടക്കുകയാണ്. അവർക്ക് മുന്നിലായി തന്നെ ഇട്ടിരിക്കുന്ന സോഫയിൽ ഒരു കസേരയിലേക്ക് കാല് കയറ്റി വെച്ചുകൊണ്ട് അവൻ ഇരിക്കുന്നുണ്ട്. ആകെ ഇരുട്ട് മൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു നിഴൽ പോലെ മാത്രമാണ് രണ്ടുപേരെയും കാണാൻ സാധിക്കുന്നത്. സമയം കുറച്ചായിരുന്നു. അവൻ അടുത്തായിരുന്നിരുന്ന കുപ്പിയിൽ നിന്നും വെള്ളമെടുത്ത് അവരുടെ തലവഴി ഒഴിച്ചു. ഞെട്ടലോടെ അവർ കണ്ണുകൾ വലിച്ചു തുറന്നു. ഒരു നിമിഷം എടുത്തു അവർക്ക് ബോധം തിരിച്ചു വരുന്നതിനായി. അവർ ചുറ്റും നോക്കി. ആകെ ഇരുട്ട് മൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഭയം തോന്നി. ആരാ ആരാ നിങ്ങളൊക്കെ? തളർന്ന ശബ്ദത്തിലെങ്കിലും അവർ ചോദിച്ചു. അതെന്ത് ചോദ്യമാണ്? ഞാൻ വീട്ടിൽ വന്നതൊന്നും ഓർമ്മയില്ലേ? പരിഹാസ ചുവയോടെയുള്ള അവൻ്റെ ശബ്ദം. പെട്ടെന്ന് അവരുടെ ഓർമ്മയിലേക്ക് വീട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. വീട്ടിൽ വെറുതെ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അടുക്കളയിലുള്ള ജോലിയെല്ലാം കഴിഞ്ഞ് TV കാണുകയായിരുന്നു. പെട്ടെന്നാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. ജനൽ വഴി ഒന്ന് തലയിട്ട് നോക്കുമ്പോൾ ഒരു സെയിൽസിനൊക്കെ വരുന്ന ചെക്കനാണ്. അധികം പ്രായമൊന്നും കാണില്ല. കൂടിപ്പോയാൽ ഒരു 25 വയസ്സ്. ശല്യം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവർ വാതിൽ തുറന്നു. ഇവിടെ ഒന്നും വേണ്ട, പോകാൻ നോക്കിക്കോളൂ. കൂടുതൽ സമയം വെറുതെ അവരുടെ വായിട്ടലക്കൽ കേൾക്കണ്ട എന്ന് കരുതി വേഗം തന്നെ അങ്ങനെയാണ് പറഞ്ഞത്. അയ്യോ, ഞാൻ സെയിലിന് വേണ്ടി മാത്രം വന്നതല്ല, മറിച്ച് നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ്. അവൻ വളരെ ഗൗരവത്തിൽ അതുപോലെ ആളുകളെ അനുനയിപ്പിക്കുന്ന രീതിയിലുമാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ അവരിലുണ്ടായിരുന്നു. മാഡത്തിന് ഷുഗർ ഉണ്ടോ? പേഷ്യൻ്റ് ഒന്നുമല്ല, എങ്കിലും ചെറിയ രീതിയിൽ കൂടിയും കുറഞ്ഞും ഒക്കെ വരാറുണ്ട്. എങ്കിലിനി ഒരിക്കലും മാഡത്തിന് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. മാത്രമല്ല, ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഒരു സാധനം കൊണ്ട് മാഡത്തിന് ഇനി മേലിൽ ഷുഗർ, പ്രഷർ, അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പോലും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല, ഈ ഒരു സാധനം കൊണ്ട് ചർമ്മ സൗന്ദര്യം വരെ വർദ്ധിക്കും. അവരെ വളരെയധികം അതിലേക്ക് നയിക്കുന്ന രീതിയിലായിരുന്നു അവൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അവസാനം പറഞ്ഞ ആ ഒരു കാര്യത്തിൽ അവരുടെ മുഖം വിടരുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്ത് സാധനമാണ്? ഇതൊരു മെഡിസിനാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു മിഠായി പോലെയൊക്കെ കഴിക്കാം. മരുന്നാണെന്ന് നമുക്ക് തോന്നുകയേയില്ല. ശരിക്കും ഒരു മിഠായി പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. 2 ദിവസം കൂടുമ്പോൾ ഒരെണ്ണം കഴിച്ചാൽ മതി. അവൻ മരുന്ന് പോലെ ഇരിക്കുന്ന ഒരു ടാബ്ലറ്റിൻ്റെ സ്ട്രിപ്പ് അവർക്ക് നേരെ നീട്ടി. അവരത് കയ്യിൽ വാങ്ങി തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി. അവരുടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ട് അവർ ഏകദേശം അത് വിശ്വസിച്ചു എന്നവന് മനസ്സിലായി. മാഡത്തിന് വേണമെങ്കിൽ ഞാനൊരു സാമ്പിൾ തരാം കഴിച്ചു നോക്കുന്നതിനായിട്ട്. അവൻ ബാഗിൽ നിന്നും അതേ രൂപത്തിലുള്ള മറ്റൊരു സ്ട്രിപ്പ് എടുത്ത് അതിൽ നിന്നൊരു ടാബ്ലറ്റ് അവർക്ക് എടുത്തു കൊടുത്തു. ഒരു നിമിഷം അവരുടെ മുഖം ഒന്ന് സംശയിച്ചു. നിങ്ങളെയൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ്? ഇതൊക്കെ വല്ല മയക്കുമരുന്നുമായിരിക്കും. നീ ഒന്ന് പോകാൻ നോക്കൂ ചെക്ക. അവരത് നിരസിച്ചു. ശരി, ഞാൻ പോകാം. എനിക്കിത് നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ച് കഴിപ്പിച്ചിട്ട് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് ഇതുകൊണ്ട് എല്ലാവിധ ഉപകാരങ്ങളും ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്കാണ്. നിങ്ങൾക്കത് വേണ്ടെന്നാണെങ്കിൽ ഞാൻ പോകാം. പിന്നെ ഈ നിത്യയവനം എന്നൊക്കെ പറയുന്നതൊക്കെ
ഇതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ ഒന്ന് നോക്കി അവൻ നിസ്സാരമായ ആ ടാബ്ലറ്റ് തിരികെ ആ സ്ട്രിപ്പിലേക്ക് വെക്കാനൊരുങ്ങി. നിൽക്ക്, ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ. പക്ഷേ അവനത് തിരികെ വെക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ ശബ്ദം കേട്ടു. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവനത് അവർക്ക് നേരെ നീട്ടി. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചതിന് ശേഷം രണ്ടും കൽപ്പിച്ച് അവർ അത് വായിലേക്കിട്ട് കഴിച്ചു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.